ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലത്തെ തിരക്ക് കഴിഞ്ഞ പാടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ചേമ്പ് പറിക്കണം എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പറമ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു പറമ്പൊന്നുമില്ല കേട്ടോ. ചെറിയൊരു പറമ്പിൽ എനിക്ക് മാക്സിമം പറ്റാവുന്ന പച്ചക്കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചക്കറി അങ്ങാടിയിൽ നിന്ന് കിട്ടാഞ്ഞിട്ടല്ല, അത് കൊണ്ടുവരാൻ നമ്മളൊരാളെ ഏൽപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ പറമ്പിലുള്ള ഓരോ സാധനങ്ങളായിട്ട് പറിച്ച് പാകം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ചേമ്പ് ഇവിടെ 2 ഐറ്റംസായിട്ട് വളരുന്നുണ്ട്. അതിൽ വലിയ കിഴങ്ങുള്ള ചേമ്പാണ് ഇപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത്. അത് ചെറിയൊരു തൈ പറിച്ചപ്പോൾ തന്നെ അത്യാവശ്യം വിത്തുകൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഒരു ചെറിയ വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും പൊട്ടിച്ചെടുത്ത് 2 പപ്പായ പൊട്ടിച്ചതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 2 ദിവസത്തിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി ഇന്ന് ചേമ്പ് കൊണ്ടുള്ള 2 ഐറ്റം വിഭവം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാനതൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. തൊലി ചെത്തിയെടുക്കുമ്പോൾ കൈ ചൊറിയും എന്നുള്ളൊരു ഭയത്താൽ കയ്യിന് ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാനിതിനെ ഇറങ്ങിയിട്ടുള്ളത്. കറിവേപ്പ് ഇതുപോലെ 3 സ്ഥലങ്ങളിലായിട്ട് ചെറിയ തൈകളാണുള്ളത്. എന്നാലും അതിൽ നിന്ന് ഇല പറിച്ചെടുക്കാറുണ്ട്. ഇനി ഗ്ലൗസൊക്കെ ഇട്ട് ഞാൻ ചേമ്പ് നന്നാക്കാൻ പോവാണ്. മണ്ണൊക്കെ പിടിച്ച് വേരും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടോടെ നന്നാക്കി എടുക്കുകയാണ്. അങ്ങാടികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടൊന്നും വരില്ല. നമ്മുടെ ഗവൺമെൻറ് എന്ത് പറഞ്ഞാലും അവശ്യ സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ഇട്ട കാരണം പച്ചക്കറിക്കൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ ഗ്രാമത്തിലാണ്, ശരിക്കും ഉള്ളേരിയയിൽ ജീവിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ്. നല്ല കിളികളും പച്ചപ്പും നമ്മളെ ടൗണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് എടുക്കാനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ നട്ടുണ്ടാക്കാറുണ്ട്. എന്നാലും ഇപ്പോൾ നല്ല വേനലിൻ്റെ കാഠിന്യം കൊണ്ട് എൻ്റെ ചീരകളൊക്കെ കുറേ നശിച്ച് ഇപ്പോൾ ചീരകളൊന്നുമില്ല. പലതരം വള്ളിച്ചീരകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. കുറേ വഴുതന അതൊക്കെ നശിച്ച് പോയിട്ടുണ്ട്. ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നമ്മൾ എപ്പോൾ ആണെങ്കിലും നമ്മളെല്ലാ സാധനങ്ങളും ചെറുതായിട്ട് നമ്മളെ പറമ്പിൽ ഉണ്ടാക്കിയിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ കാലം എല്ലാവർക്കും എന്ത് ചെയ്യുന്നതിനും മടിയുള്ളൊരു കാലഘട്ടമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തണം. പിന്നെ നമ്മൾ കോഴികളെ ഒക്കെ വളർത്തുക. അപ്പോൾ നമുക്ക് മുട്ടക്കും ഇറച്ചിക്കും ഒക്കെ നമ്മുടെ തൊടുവിൽ നമ്മുടെ പറമ്പിൽ തിന്ന് വളർന്നുണ്ടായ കോഴികളെ അറുത്ത് തിന്നുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല കേട്ടോ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനിതൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ട് മാത്രം പറയുകയാണ്. വീടിന് ചുറ്റും നന്നായി നമ്മൾ ചെടികൾ വളർത്തുകയും പിന്നെ കോഴികൾ അതുപോലെ ഉള്ള എല്ലാ സംഗതികളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ വല്ലാത്തൊരു ഉന്മേഷമാണ്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ ഇതൊക്കെ നമ്മളൊരാൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടോ മറ്റൊരാളുടെ കാര്യങ്ങൾ കണ്ടുകൊണ്ടോ ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടും, ഞാനത് ചെയ്യണം എന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ നമ്മുടെ ചേമ്പ് എല്ലാം തൊലിയൊക്കെ ചെത്തി ഞാൻ കട്ടി കുറച്ച് നുറുക്കി. ഇനി ഒരു മൺചട്ടിയിൽ അല്പം വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി വേവിച്ച് എടുക്കുകയാണ് ഞാൻ. ഇനി അടുപ്പിൽ അടച്ച് വെച്ച് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കുക. നമ്മുടെ ചേമ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം.
ഇതിലേക്ക് ചേർക്കാനുള്ള മസാലയാണ് ഇനി തയ്യാറാക്കുന്നത്. അതിന് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് അല്പം പുളി കലക്കി അതൊഴിച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നന്നായി ഒന്ന് ക്രീമാക്കി എടുക്കണം. ആ പുളിയും ഉപ്പും അതൊക്കെ അതിലൊന്ന് നന്നായി പിടിച്ച് ഉപ്പൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച ചേമ്പിൻ കഷ്ണത്തിലേക്ക് ഇത് നന്നായി ചേർത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ പാന് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുകിട്ട് കറിവേപ്പൊക്കെ ഇട്ട് നന്നായി പൊട്ടിച്ച് ഇപ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും മൂത്ത ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് നേരം അതിൽ കിടന്ന് നന്നായി വെന്ത് പരിവാവണം. അപ്പോൾ നമുക്ക് വലിയ ഉള്ളി വെട്ടിയിട്ട് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നന്നായി നമുക്ക് വഴന്ന് കിട്ടുവോളം അത് ഇളക്കി ഒന്ന് കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളി വഴന്ന ശേഷം ഈ മസാലക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ആ മസാല പാത്രത്തിലുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല ഒരു ലൂസ് ആയ രീതിയിൽ നമ്മളെ കറി എത്തിപ്പെടും. അതിനുശേഷം ഞാൻ ചേമ്പ് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു വിഭവം ഉണ്ടാക്കുകയാണ്. ചേമ്പ് നമുക്ക് മസാല പുരട്ടി പൊരിക്കാനാണ്. ഇത് ചെത്തി ചെറിയ കട്ടിയില്ലാത്ത പീസുകളാക്കി ചെത്തി വെച്ചിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമ്മൾ ഇതിനെ നന്നായി ജോയിൻ്റ് ചെയ്ത് എടുക്കണം. ഒരല്പം നമുക്ക് വെള്ളം ഊറ്റിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി എല്ലാ പീസിലും ജോയിൻ്റ് ആക്കി ഒരു 2-3 മിനിറ്റ് അവിടെ വെക്കണം നമുക്ക്. അതിനുശേഷം നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് നമുക്കിത് ഓരോ പീസും പൊരിച്ചെടുക്കാം. വളരെ ചെറിയ തീയിലിട്ട് ഇത് കിടന്ന് വേവണം. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായി മൊരിയുമ്പോൾ ഈ കറിവേപ്പിലയുടെ മൊരിഞ്ഞ വാസന നമ്മുടെ ചേമ്പിൻ്റെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചേമ്പ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണിത് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ. നമ്മൾ പണ്ടൊക്കെ ചേന ഇതുപോലെ പൊരിച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ ചേമ്പും പൊരിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ചോറൊക്കെ വിളമ്പി ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചേമ്പ് മുളകിട്ടത് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചേമ്പൻ കഷ്ണവും, പിന്നെ ഇത് പപ്പായ ചട്നിയാണ്, പപ്പായ സാലഡ് എന്നൊക്കെ പറയാം. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.